എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എന്തായി അലിബാബയും 40 കള്ളന്മാരിൽ എത്ര കള്ളന്മാർ ഇന്നലെ കഥ കേട്ടപ്പോൾ നമ്മൾ അവസാനിച്ചു. ഇവരുടെ അഭിപ്രായത്തിൽ 37 കള്ളന്മാരും ഭരണിയിലുണ്ടായിരുന്നവർ 37 ആളും മരിച്ചുപോയി. ഇനി കൊള്ളത്തലവൻ ഓടിപ്പോയി. കുറേ നാളത്തേക്ക് പിന്നെ അവർ വളരെ ശ്രദ്ധയോടെ ഇങ്ങനെ കഴിഞ്ഞു. പിന്നെ ആരെയും കാണാനില്ല. ഏകദേശം ആ കഥകളൊക്കെ അവർ മറന്നു എന്ന് പറയാം. ഉള്ളിലൊരു ചെറിയ ഭയമുണ്ട്. എന്നാലും കുറേ കാലങ്ങളായിട്ട് ആരും ഒന്നും കാണാനില്ല. അങ്ങനെ ഇരിക്കെ വീണ്ടും കഥയുണ്ട്. എന്തുണ്ടായി? അപ്പോൾ ആലിബാബയ്ക്കൊരു മകനുണ്ട്. ആ മകനാണിപ്പോൾ കാസിമിൻ്റെ കട കൊണ്ട് നടക്കുന്നത്. ഈ കാസിമിൻ്റെ കടയിൽ അലിബാബയുടെ മകനാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ അടുത്ത് തന്നെ ഒരു രത്ന വ്യാപാരി വന്നിരിക്കുന്നു. വളരെ നല്ലൊരു മനുഷ്യൻ, വളരെ സ്നേഹത്തോടെയുള്ള പ്രകൃതം, മറ്റുള്ളവരോടൊക്കെയുള്ള വളരെ നല്ല പെരുമാറ്റം. അങ്ങനെ ആലിബാബയുടെ മകനും ഈ രത്ന വ്യാപാരിയും നല്ല കൂട്ടായി. ഓരോ വിശേഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആലിബാബയുടെ മകനെ അയാളുടെ വീട്ടിലേക്ക് ക്ഷണിക്കും. ഒരു പ്രാവശ്യം ആലിബാബയുടെ മകൻ ആലിബാബയോട് പറഞ്ഞു, നമുക്കൊരു ദിവസം അത്താഴത്തിന് എൻ്റെ ഈ പുതിയ കൂട്ടുകാരനെ ക്ഷണിക്കണം. ആലിബാബ സമ്മതിച്ചു. അങ്ങനെ ഒരു ദിവസം അലിബാബയുടെ മകനോടൊപ്പം കടയിൽ നിന്ന് ആര് വന്നു? ഈ രത്ന വ്യാപാരി വന്നു. എല്ലാം താടിയെല്ലാം ഷേവ് ചെയ്ത് വളരെ കണ്ടാലേ നല്ലൊരു ആളായിട്ടാണ് വന്നിരിക്കുന്നത്. ആലിബാബ മൊർജാനയോട് പറഞ്ഞു, ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ അതിഥിയുണ്ട്. അദ്ദേഹം ഉപ്പ് ചേർത്ത ഭക്ഷണം കഴിക്കില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഉപ്പ് ചേർക്കാത്ത ഭക്ഷണം വേണം നീ തയ്യാറാക്കാനായിട്ട്. മൊർജാന സമ്മതിച്ചു. അവൾ ആലോചിച്ചു, ഉപ്പ് ചേർക്കാത്ത ഭക്ഷണം കഴിക്കുന്ന ആളോ, അതിനെന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ. അപ്പോൾ ഉപ്പ് ചേർത്ത ഭക്ഷണം കഴിച്ചാൽ അവരുമായിട്ട്, ആ തന്ന ആളുമായിട്ട് പിന്നെ ശത്രുത പാടില്ല എന്ന് അവർക്കിടയിൽ ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് രത്ന വ്യാപാരി എന്ത് കഴിക്കാത്തത്? ഉപ്പ് ചേർത്ത ഭക്ഷണം കഴിക്കാത്തത്. അത് കഴിച്ചു കഴിഞ്ഞാൽ അത് തന്ന ആളായിട്ട് പിന്നെ ഒരു ശത്രുതയും പാടില്ല. ഉപ്പ് ഒരു സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് പറയുന്നത്. മൊർജാന വന്ന ആളെ നന്നായി നിരീക്ഷിച്ചു. ആ കണ്ണുകൾ അവൾക്ക് കാര്യം മനസ്സിലായി. അയാൾ ഇങ്ങനെയൊക്കെ വേഷം മാറി ഇവിടെ വന്നാലും ഇത് ആ കൊള്ളത്തലവനാണ്. അന്ന് ഭക്ഷണം കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് അവൾ ഒരു നൃത്തം കൂടെ അയാൾക്കായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് അറിയിച്ചു. ഒരു അവിടെ തന്നെ ഉള്ള ഒരാളെ കൂട്ടിന് വിളിച്ചു. അയാളെ പക്കമേളം അടിക്കുന്ന ആളായി കൂടെ കൂട്ടി. എന്നിട്ട് അവരുടെ ഇടയിൽ ഈ കത്തിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു തരം നൃത്തമുണ്ട്. അതാണ് മൊർജാന വളരെ മനോഹരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അലിബാബയും വന്ന അതിഥിയും മകനും അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിട്ടിരിക്കുകയാണ്. അപ്പോഴിതിൻ്റെ ഇടയിൽ, ഈ നൃത്തത്തിൻ്റെ ഇടയിൽ അത് തീരുന്നതോട് കൂടെ മൊർജാന എന്ത് ചെയ്തു? അവളുടെ കയ്യിലുള്ള വലിയ കത്തി എടുത്തിട്ട്, വലിയ കത്തിയാണ് അത്, കഠാര, നീണ്ട കൂർത്ത മുനയൊക്കെ ഉണ്ട്, അതെടുത്ത് അയാളുടെ നെഞ്ഞിൽ ഒരൊറ്റ കുത്തു വെച്ച് കൊടുത്തു. അയാളത് അങ്ങനെ അങ്ങ് വീണു. ആലിബാബയും മോനും ഞെട്ടിപ്പോയി. മൊർജാന, നീ എന്താണ് ഈ കാണിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ മൊർജാന അയാളുടെ ഷർട്ടിൻ്റെ ഉള്ളിൽ അയാൾ കരുതിയ കഠാര ആലിബാബയ്ക്ക് കാണിച്ചു കൊടുത്തു. അങ്ങയ്ക്കറിയാമോ ഇതാരാണ് ഈ വന്നിരിക്കുന്നത്? ഇത്
ആ കൊള്ളത്തലവനാണ്. അയാളുടെ കണ്ണുകളിലേക്ക് നോക്കൂ. അത് പറഞ്ഞപ്പോഴാണ് ആലിബാബയും ശ്രദ്ധിക്കുന്നത്. മാത്രമല്ല, വീട്ടിലേക്ക് വിരുന്ന് വരുമ്പോൾ ഷർട്ടിൻ്റെ ഉള്ളിലെ കഠാര കരുതേണ്ട കാര്യമില്ല അല്ലേ? ആലിബാബയ്ക്ക് വീണ്ടും സന്തോഷവും സ്നേഹവും അത്ഭുതവും, മുർജാന എന്തൊക്കെയാണ് തങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്ന് അയാൾക്ക് ഒരുപാട് സന്തോഷമായി. അയാൾ മുർജാനയെ കെട്ടിപ്പിടിച്ചു. നീ എൻ്റെ മകളാണ്. എന്നിട്ട് ആലിബാബ തൻ്റെ മകനോട് പറഞ്ഞു, നീ ഇവളെ കല്യാണം കഴിക്കണം. ആലിബാബയുടെ മകൻ അത് സമ്മതിച്ചു. അങ്ങനെ ആലിബാബയുടെ മകൻ മുർജാനയെ കല്യാണം കഴിച്ചു. അവിടെ അവരങ്ങനെ സുഖമായിട്ട് ജീവിക്കാൻ തുടങ്ങി. പക്ഷേ ഇവരുടെ ഉള്ളിൽ ഒരു വലിയ ഭയം ഉണ്ടായിരുന്നു. ഇവരുടെ കണക്കുകൂട്ടൽ പ്രകാരം 38 കള്ളന്മാരെ മരിച്ചു പോയിട്ടുള്ളൂ. അന്ന് ഭരണിയിൽ വന്ന 37 ആളും അന്നത്തെ ആ കൊള്ളത്തലവൻ ഈ 38ാമത്തെ ആളും. ഇപ്പം ഈ 2 കള്ളന്മാരും കൂടി ഉണ്ട് എന്ന് കരുതി കുറേ കാലം കൂടെ ഇവരിങ്ങനെ കാത്തു. ഇനിയും എന്തെങ്കിലും ഒരു പ്രവൃത്തി ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഇപ്പോൾ ഒന്നും കാണാനില്ല. അപ്പോൾ ഒരു ദിവസം ആലിബാബ മകനോട് പറഞ്ഞു, നമുക്കൊന്ന് ആ ഗുഹ വരെ ഒന്ന് പോയി നോക്കാം. അങ്ങനെ ആലിബാബയും മകനും കൂടെ വീണ്ടും കാട്ടിലെ ഈ ഗുഹയുടെ അടുത്തെത്തി. ആലിബാബ ആ മാന്ത്രിക വാക്ക് വീണ്ടും ഒന്നും കൂടെ പറഞ്ഞു നോക്കി. എന്താണ് ആ മാന്ത്രിക വാക്ക്? ഓപ്പൺ സിസേം. അത് പറഞ്ഞതും ആ ഗുഹയുടെ വാതിൽ തുറന്നു. വളരെ പേടിച്ചും ശ്രദ്ധിച്ചും അവരതിൻ്റെ ഉള്ളിലേക്ക് നോക്കി കടന്നു നോക്കിയപ്പോൾ വർഷങ്ങളായിട്ട് ആരും അതിൻ്റെ ഉള്ളിൽ വന്ന ഒരു ലക്ഷണവുമില്ല. ആകെ പൊടി പിടിച്ചും മാറാല പിടിച്ചൊക്കെ കിടക്കുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഇനി ആ കള്ളന്മാരിൽ ആരുമില്ല. ഈ വൻ നിധിയുടെ ഉടമകൾ തങ്ങൾ മാത്രമാണ്. ആലിബാബ അതിൽ നിന്ന് മകനും ആലിബാബയും കൊണ്ടുപോയ ചാക്കുകളിലൊക്കെ ആക്കി. പിന്നെയും കുറേ സാധനങ്ങൾ, ഈ സ്വർണ്ണ നാണയങ്ങളും ആഭരണങ്ങളും എല്ലാം വീട്ടിലേക്ക് കൊണ്ടുവന്നു. പിന്നെയും പോയി ആ നിധി മുഴുവനും അവരവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അലിബാബയാണല്ലേ, അയാളുടെ സ്വഭാവം അനുസരിച്ച് അയാൾ ഇഷ്ടം പോലെ പാവങ്ങൾക്ക് ദാനങ്ങൾ ചെയ്തു, ധർമ്മങ്ങൾ ചെയ്തു. വളരെ എല്ലാവർക്കും അവരുടെ സ്വത്തിൻ്റെ നല്ലൊരു പങ്കും മറ്റുള്ളവർക്കായി ചെലവഴിച്ച് അവരവിടെ അങ്ങനെ സുഖമായിട്ടും സമാധാനമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കാൻ തുടങ്ങി. ഇവിടെ അലിബാബയും 40 കള്ളന്മാരും എന്ന കഥ തീർന്നിരിക്കുന്നു. എന്താണ് ഈ കഥ? ഒന്ന്, നമ്മൾ നല്ല പ്രകൃതാവുക, സൽസ്വഭാവിയാകുക അല്ലേ? അലിബാബ കുറേ സ്വർണം കണ്ടിട്ടോ ഒന്നും അമിതമായി ഒന്നും ചെയ്തില്ല. പൈസയോട് വല്ലാത്ത ആർത്തി കാണിച്ച കാസിമിന് എന്താ ഉണ്ടായത്? വലിയ അപകടം ഉണ്ടായി. ഇനി മുർജാന എന്താ നമുക്ക് മുന്നിൽ കാണിച്ചു തന്നത്? പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അപ്പോൾ അതിനെയൊക്കെ സമചിത്തതയോടെ, ബുദ്ധിപൂർവം, ക്ഷമയോടെ കൈകാര്യം ചെയ്താൽ എല്ലാ അപകടങ്ങളെയും തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും. അതൊരു മനോഹരമായൊരു കഥയാണിത്. 1001 രാവുകൾ എന്ന് പറഞ്ഞിട്ട് അറബിക് കഥകളടങ്ങിയ ഒരു വലിയ പുസ്തകമുണ്ട്. നിറയെ അറബിക് കഥകളാണ്. അതിലെ ഒരു കഥയാണ് ഞാനിന്ന് പറഞ്ഞു തന്നിരിക്കുന്നത്. ആ കഥകൾ മുഴുവൻ പറയണമെങ്കിൽ കുറേ കാലം വേണം. എന്തായാലും അതിൽ നിന്ന് ഇനിയും നല്ലതും നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതുമായ കഥകൾ വീണ്ടും പറഞ്ഞു തരാം. വീണ്ടും ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ. എൻ്റെ കഥ കേൾക്കുന്നവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് അതിന് നിങ്ങൾക്ക് തോന്നിയ മറുപടികൾ നന്നായെന്നും മോശമായെങ്കിൽ അതും, അപ്പോഴല്ലേ എനിക്ക് ശരിയാക്കാൻ പറ്റുക. കമൻറ്റ് ചെയ്യണം.
ലൈക്ക് അടിക്കണം. ആർക്കെങ്കിലും നല്ല കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യുകയും വേണം. ഇനി കുട്ടികൾക്കുള്ള മറ്റൊരു കഥയുമായിട്ട് ഞാൻ വീണ്ടും വരാം. വലിയവർക്കുള്ള കഥയും ഞാൻ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകം എടുത്തു പറഞ്ഞത്. നന്ദി.